ഇനി നമ്മൾ ഭാരതീയർക്കും പറയാം, ഇസ്രയേലിന്റെ അയൺ ഡോം പോലെ നമുക്കുമുണ്ട് ഒരു പോരാളി, സൈലന്റ് പോരാളി. സൈലന്റ് ആണ് ഈ പോരാളി എന്ന് പറയാനൊരു കാരണമുണ്ട്. ഇത് ഒരു യുദ്ധവിമാനം പോലെ ഗർജിക്കില്ല, മിസൈൽ പോലെ മിന്നില്ല. പിന്നെയോ ശ്രദ്ധിച്ച് കേൾക്കും, നിർദ്ദേശം നൽകും, പിന്നെ പ്രഹരം തുടങ്ങും. ഇരുണ്ട ആകാശത്ത് ഒരു പുതിയ പോരാളി ഉണർന്നു. അത് ഒരു യുദ്ധവിമാനം പോലെ ഗർജിക്കുകയോ മിസൈൽ പോലെ മിന്നുകയോ ചെയ്തില്ല. അത് കേട്ടു, ശ്രദ്ധിച്ചു, നിർദ്ദേശം നൽകി, പിന്നെ പ്രഹരിച്ചു. മെയ് 9, 10 രാത്രികളിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തങ്ങളുടെ ഏറ്റവും മാരകമായ ആക്രമണം നടത്തിയപ്പോൾ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ ആക്രമണത്തെ തടഞ്ഞു നിർത്തിയത് ഈ അദൃശ്യ മതിലായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രാലയം ഇന്ത്യയുടെ ആകാശ് തീർ എന്ന തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ വാക്കുകളാണിത്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ എത്തിയ എല്ലാ ആക്രമണങ്ങളെയും തടയുകയും നിർവീര്യമാക്കുകയും ചെയ്തതിൽ നിർണായകമായ പങ്കാണ് പൂർണ്ണമായും തദ്ദേശീയവും ഓട്ടോമേറ്റഡുമായ വ്യോമ പ്രതിരോധ നിയന്ത്രണ റിപ്പോർട്ടിംഗ് സംവിധാനമായ ആകാശ് തീർ നിർവഹിച്ചത്, അതും AI സഹായത്തോടെ. ഇതോടെ AI സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ നടത്തുന്ന ആദ്യ സൈനിക പ്രതിരോധം കൂടിയായി ആകാശ് തീറിൻ്റേത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഇവർ 3 പേരും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ആകാശ് തീർ. ശത്രു വ്യോമ ഭീഷണികളെ തത്സമയം നിരീക്ഷിക്കുക, കണ്ടെത്തുക, ട്രാക്ക് ചെയ്യുക, നിർവീര്യമാക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനം. നമുക്കറിയാം, ഇസ്രയേലിൻ്റെ അയൺ ഡോമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ അയൺ ഡോമിൻ്റെ ഇന്ത്യയുടെ സ്വന്തം പതിപ്പായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വിദേശ സാമഗ്രികളോ ബാഹ്യ ഉപഗ്രഹ ആശ്രയത്വമോ ഒന്നുമില്ലാതെ പൂർണ്ണമായും തദ്ദേശീയമാണ് എന്ന അർത്ഥത്തിലും ഇത് സവിശേഷമാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കമാൻഡ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻസ്, കമ്പ്യൂട്ടറുകൾ, ഇൻ്റലിജൻസ്, സർവൈലൻസ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട രീതികൾ, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. സെൻസറുകളുണ്ട്. സെൻസറുകളുടെ ഏകീകരണം, ഏകീകൃതമായ വ്യോമാതിർത്തി ചിത്രം നൽകുന്നതിനായി റഡാറുകളും ആശയവിനിമയ സംവിധാനങ്ങളും ഉൾപ്പെടെ വിവിധ നിരീക്ഷണ ഉപാധികളിൽ നിന്നുള്ള വിവരങ്ങൾ ആകാശ് തീർ ഏകീകരിക്കുന്നുണ്ട്. ഈ ഏകീകരണം തത്സമയ ഭീഷണി വിലയിരുത്തലും ഇതിനെ ഏകോപിപ്പിച്ച് പ്രതികരണ തന്ത്രങ്ങളും സാധ്യമാക്കുന്നു. 2, ഇതിനുള്ളിലെ AI സംവിധാനം, ശത്രുക്കളെ കണ്ടെത്തൽ, നിരീക്ഷണം, ഇടപെടൽ, ഇതെല്ലാം സ്വയം പ്രവർത്തിതമാക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നു. ഇത് പിശകുകൾ കുറയ്ക്കുകയും പ്രതികരണ സമയം വേഗത്തിലാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, വിവിധ തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കാനും അതുപോലെ തന്നെ ഇത് അനുവദിക്കുന്നുണ്ട്. 3ാമതായി, ദേശീയ സംവിധാനങ്ങളുമായുള്ള സംയോജനം. ആകാശ് തീർ ISROയുടെ ഉപഗ്രഹങ്ങളുമായും നാവിക് GPS സംവിധാനവുമായി യോജിച്ച് പ്രവർത്തിക്കുന്നു. ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഡാറ്റ സംയോജിപ്പിച്ച് സമഗ്രമായ വ്യോമ ഭീഷണി രേഖ തയ്യാറാക്കുന്നു. ഈ സംയോജനം വേഗത്തിൽ ഭീഷണി തിരിച്ചറിയാനും അവയെ നേരിടാനും സാധ്യമാക്കുന്നു. ആധുനിക യുദ്ധരംഗത്തേക്കുള്ള ആകാശ് തീറിൻ്റെ ഈ കടന്നുവരവ് ഇന്ത്യയുടെ സൈനിക സംവിധാനത്തിൽ ഒരു നൂതന മാറ്റം എന്നുകൂടി വിശേഷിപ്പിക്കാം. ഇത് ശത്രു ഭീഷണികൾക്കെതിരെ ബുദ്ധിപരമായി മുൻകൈ എടുക്കുന്നതിനും വേഗത്തിൽ പ്രതിരോധിക്കുന്നതിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പരമ്പരാഗത യുദ്ധതന്ത്രങ്ങൾ മാത്രമല്ല രാജ്യങ്ങൾ പരീക്ഷിക്കുന്നത്. കൂട്ടത്തിൽ സൈബർ യുദ്ധമുണ്ട്, ഡ്രോൺ അതിക്രമങ്ങളുണ്ട്, മിസൈൽ ആക്രമണങ്ങളുണ്ട്. ഇതൊക്കെ ഏറ്റുമുട്ടലുകളുടെ നിർണായക ഘടകങ്ങളാണെന്ന്. അവിടെയാണ് ആകാശിന്റെ പ്രാധാന്യം. ഈ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം ഏത് ആകാശ വെല്ലുവിളികളെയും ഒരു പുതുതലമുറ സമീപനത്തോടെയാണ് നേരിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആകാശ് തീറിന്റെ പരീക്ഷണത്താൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി അത്ര പെട്ടെന്നൊന്നും കടന്നു ചെല്ലാനാവാത്തതാണ് എന്ന് എതിരാളികൾക്ക് വ്യക്തമായ സന്ദേശം ലഭിക്കാനും ഇത് കാരണമായി. ഈ സംവിധാനം ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുക മാത്രമല്ല, നൂതന വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ ഒരു ആഗോള നേതാവ് എന്ന നിലയിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ആകാശ് തീർ ഇന്ത്യയുടെ പ്രതിരോധ ആയുധ ശേഖരത്തിൽ ഒരു നിർണായകമായ മുതൽക്കൂട്ടാണ്, നാഴികക്കല്ലാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാൻ അവർ ഇറക്കുമതി ചെയ്ത HQ-9, HQ-16 എന്ന സംവിധാനങ്ങളെ ആശ്രയിച്ചപ്പോൾ ഇത് ഇന്ത്യൻ ആക്രമണങ്ങൾ കണ്ടെത്താനും തടയാനും പരാജയപ്പെടുകയായിരുന്നു. പെഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പ്രത്യാക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത് പരമ്പരാഗത രീതിയിൽ ആയിരിക്കും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. നേരത്തെ അവർക്കറിയാം, ഉറി ആക്രമണത്തിന് പകരമായി നിയന്ത്രണ രേഖ കടന്നാണ് പാകിസ്ഥാനിലെ ഏതാനും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. അതുപോലെ ആയിരിക്കും അത്തരത്തിലുള്ള പ്രത്യാക്രമണമാണ് ഇത്തവണയും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവർ
കാത്തിരുന്നത് കുഴിബോംബുകൾ നിറച്ചും മറ്റുമാണ്. അതുപോലെ തന്നെ 2021 പുൽവാമ ആക്രമണം, അതിന് പകരമായി ഇന്ത്യൻ വ്യോമസേന ബലാക്കോട്ട് ഭീകരതാവളം മിസൈൽ ആക്രമണത്തിലാണ് തകർത്തത്. ഇത്തവണ അത്തരത്തിലുള്ളതും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് വ്യോമ പ്രതിരോധവും അവർ ശക്തമാക്കി. പക്ഷെ അത് രണ്ടും ഉപേക്ഷിച്ച് എല്ലാവരെയും ഞെട്ടിച്ച് ആകാശത്തിന്റെ സഹായത്തോടെ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യ ശക്തമായ മറുപടി നൽകി. പാകിസ്ഥാന്റെ 9 ഭീകര കേന്ദ്രത്തിലേക്ക് മിസൈലുകൾ അയച്ചു. 24 ഭീകര കേന്ദ്രങ്ങൾ നാമാവശേഷമാക്കി. അതിനു പുറമെ പാക് പഞ്ചാബിലെ ബഹാവൽപൂരിലേക്കും ലാഹോറിലേക്കും വരെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തി. ഭാവി യുദ്ധമുഖത്ത് ഇന്ത്യയുടെ ഹൈബ്രിഡ് നായകനാണ് ആകാശ് സിർ. കാരണം ഭാവി യുദ്ധങ്ങൾ വേഗതയുള്ളതായിരിക്കും, സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും, വ്യോമാക്രമണ ഭീഷണികളാൽ നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ തദ്ദേശീയമായ ആകാശ് ഉപരിതല വ്യോമ മിസൈലിന്റെ നൂതനമായ ഒരു പതിപ്പ് എന്ന നിലയിൽ 5ാം തലമുറ പോർ വിമാനങ്ങൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോൺ കൂട്ടങ്ങൾ എന്നിവ ഉയർത്തുന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ നേരിടണം. അതുകൊണ്ട് തന്നെ പൂർണ്ണ സജ്ജമാണ് ഇന്ത്യ. മൊബൈൽ ലോഞ്ചർ പ്രതിരോധ സംവിധാനം എന്ന നിലയ്ക്ക് ആകാശത്തിന് വിവിധ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനും വിന്യസിക്കാനും സഹായിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏത് ഭൂപ്രദേശത്തും പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട്. ടാർ ചെയ്ത റോഡുകൾ, മൺപാതകൾ, നിരപ്പല്ലാത്ത പ്രതലങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ തരത്തിലുള്ളതാണ് ഇതിന്റെ രൂപകൽപ്പന. പെട്ടെന്ന് വിന്യസിക്കാൻ സാധിക്കും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകദേശം 15-20 മിനിറ്റ് മതി ഇതിനുള്ളിൽ വിന്യാസം പൂർത്തിയാക്കാം എന്നതും ഗുണകരമാണ്. നമുക്കറിയാം, നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നു, പ്രതിരോധ മന്ത്രി അടക്കം, കേന്ദ്ര പ്രതിരോധ മന്ത്രി അടക്കം പറഞ്ഞത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമേ എടുത്തുള്ളൂ പാകിസ്ഥാനെ അടിച്ചമർത്താൻ എന്ന്. അതാണ് പറഞ്ഞത്. 15-20 മിനിറ്റിനുള്ളിൽ ഇത് നമ്മുടെ ആകാശ് സിറിനെ സജ്ജീകരിക്കാൻ സാധിക്കും. അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ഒരുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാകിസ്ഥാനെ ഇത്രയധികം വിറപ്പിക്കാൻ ഭാരതത്തിന് സാധിച്ചത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.